ഹായ് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ. അവധി ദിവസമാണ്. അവധി ആലസ്യത്തിലൊക്കെ ആണെങ്കിൽ കൂടിയും വാർത്താഭരിതമാണ്. വാർത്തയ്ക്ക് ഒരു കുറവില്ല. ആർഎംപി നേതാവ് KS ഹരിഹരന്റെ ആ സ്ത്രീവിരുദ്ധ പരാമർശം, അതിനെ തുടർന്നുള്ള പ്രതികരണങ്ങൾ. നാളെ രാജ്യം 4ാം ഘട്ട പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ വീണ്ടും വാർത്താ സമ്മേളനമായിട്ടൊക്കെ വരാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ വാർത്തായാത്ര തുടങ്ങാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ. അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. സ്ത്രീവിരുദ്ധ പരാമർശം, തിരുത്ത്, വിവാദം. ആർഎംപി നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വ്യാപക വിമർശനം. അധിക്ഷേപ പരാമർശം ആർഎംപിയുടെ നിലപാടിന് വിരുദ്ധമെന്ന് KK രമ MLA പ്രതികരിച്ചു. പ്രസ്താവന തള്ളി കോൺഗ്രസും രംഗത്തെത്തി. നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI വ്യക്തമാക്കി. CPM-ന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. CPM വർഗീയ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് UDF-ഉം RMPയും വടകരയിൽ നടത്തിയ പൊതുപരിപാടിയിലാണ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം. ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തിയെങ്കിലും ഹരിഹരനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. UDF നേതാക്കളും പ്രസ്താവന തള്ളി. പൊതുവേദിയിൽ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്ന് പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. KS ഹരിഹരൻ തെറ്റു മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്ന് KK രമ MLA. അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. പൊതുവേദിയിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും പാടില്ലാത്ത പരാമർശമാണ് KS ഹരിഹരനിൽ നിന്നും ഉണ്ടായതെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല. KS ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PC ഷൈജു 24നോട് പറഞ്ഞു. LDF ഉന്നയിച്ച വ്യാജ വീഡിയോ ആരോപണത്തെ പ്രതിരോധിക്കുന്നതിനിടെ UDF-ന് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് വിവാദ പ്രസംഗം. 24 കോഴിക്കോട്. അപ്പോൾ അതിൻ്റെ തുടർ ചർച്ചകൾ തുടരും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഏത് രീതിയിൽ രാഷ്ട്രീയവാദമായി വരുന്നു എന്നത് കാത്തിരുന്ന് കാണാം. രാകേഷ് റോഷൻ പറഞ്ഞു, ആഷ്മി, ഈ ചൂടിനെ ഇങ്ങനെ വിട്ടാൽ KSEBയിൽ ബില്ലടയ്ക്കാൻ പ്രത്യേക ലോൺ എടുക്കേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങൾ പോകുന്നു. സോളാർ വെച്ചിട്ടും ആയിരങ്ങൾ ആണ് ബില്ല്. ശമ്പളം ഇങ്ങനെ പെട്രോളും കറൻറ്റും കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള പോസിബിലിറ്റി മാസങ്ങളിലുണ്ട്. കാര്യം പോയ മാസങ്ങളിലൊക്കെ ഒരു 1500 റേഞ്ചിലൊക്കെ വന്നവർക്ക് ഇപ്പോൾ 2000, 3000, 4000 ഒക്കെ ബില്ല് വരുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് നോക്കാം. ആശങ്കയാവുന്നു മഞ്ഞപ്പിത്തം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മരണം കൂടി. ഒരാഴ്ചക്കിടെ 3 മരണമായി. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിൽ അടിയന്തര യോഗം ചേരും. കാളികാവ് സ്വദേശി ജിഗിൻ, പോത്തുക്കൽ കോടാലിപ്പോയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ എന്നിവരുടെ മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ജിഗിൻ ഭിന്നശേഷിക്കാരനാണ്. 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മരിച്ചത്. കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. 5 മാസത്തിനിടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് മൂലം 8 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം മാത്രം 3184 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. 1032 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. നിലമ്പൂർ മേഖലയിൽ രോഗം പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ്. ചാലിയാറിലും പോത്തുകല്ലിലും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം ചേരും. തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം പരത്തുന്ന വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർക്കുണ്ട്. വിശദ പരിശോധനയ്ക്കായി സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. 24 മലപ്പുറം. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ जितनी गारंटी दी थी सारी गारंटी पूरी की. तो एक तरफ है मोदी की गारंटी, एक तरफ है केजरीवाल की गारंटी. मोदी की गारंटी का हम देख चुके हैं कि मोदी की गारंटी यकीन करने का लायक नहीं है. और अब तो अगली साल चूंकि मोदी जी रिटायर होंगे तो उनकी रिटायरमेंट के बाद मोदी की गारंटी कौन पूरी करेगा इसका भी कोई वो नहीं है. और केजरीवाल की गारंटी, केजरीवाल यही है, कहीं नहीं जा रहा.
तो केजरीवाल की गारंटी पूरी करने की गारंटी केजरीवाल लेता है। 10 गारंटी क्या है मैं एक एक करके बताता हूं। सबसे पहली गारंटी है देश के अंदर 24 घंटे बिजली का इंतजाम करेंगे। कैसे करेंगे? हमारे देश में 3 लाख मेगावाट बिजली प्रोड्यूस करने की क्षमता है, कैपेसिटी है। देश की पीक डिमांड, गर्मियों के अंदर पीक डिमांड देश की सबसे ज्यादा डिमांड होती है 2 लाख मेगावाट। तो आज हमारा देश जितनी बिजली पैदा कर रहा है, पैदा कर सकता है, जितनी डिमांड है उससे कहीं ज्यादा बिजली पैदा करने की हमारी क्षमता है। लेकिन मेरे घर के अंदर फिर भी पावर कट लग रहे हैं। क्यों? मैनेजमेंट खराब है। दिल्ली में भी यही हाल था, पंजाब में भी यही हाल था। बिजली तो थी लेकिन मैनेजमेंट खराब था। हमने मैनेजमेंट ठीक करके दिल्ली में भी 24 घंटे बिजली का इंतजाम किया, पंजाब में भी किया, देश में भी करके दिखा सकते हैं क्योंकि हमें एक्सपीरियंस है। देश के गरीब लोगों को बिजली मुफ्त दी जाएगी। दिल्ली में करके दिखाई, पंजाब में करके दिखाई, पूरे देश के अंदर फ्री कर सकते हैं। 1.25 लाख करोड़ रुपए का खर्चा आएगा। एक एक कैलकुलेशन करके लाया हूं मैं हवा में गारंटी नहीं देता। केजरीवाल की गारंटी एक ब्रांड है मार्केट के अंदर। अगर हम कुछ बोलते हैं तो वो पूरी करते हैं। तो 1.25 लाख करोड़ रुपए का खर्चा आएगा। 1.25 लाख करोड़ रुपए हम इंतजाम करेंगे। 1.25 लाख, उसके अंदर पूरे देश के गरीबों को 200 यूनिट बिजली मुफ्त मिल सकती है। आज भी हमारे देश के गरीब लोगों को ये बिजली की पहली गारंटी थी। दूसरी गारंटी है शिक्षा की। कोई भी देश तब तक तरक्की नहीं कर सकता जब तक उसके हर बच्चे को अच्छी शिक्षा का इंतजाम ना कर दिया जाए। अगर किसी देश के अंदर ढेरों लोग अनपढ़ हैं, अगर किसी देश के अंदर कई बच्चों को बिलो स्टैंडर्ड, सब क्वालिटी, गंदी बेकार शिक्षा मिलती है, वो देश कभी आगे नहीं बढ़ सकता। आज हमारे देश के अंदर सरकारी स्कूलों का बुरा हाल है। 10 लाख सरकारी स्कूलों के अंदर 18 करोड़ बच्चे पढ़ते हैं जिनका कोई भविष्य नहीं है। दिल्ली के अंदर हमने करके दिखाया, पंजाब के अंदर करके दिखाया। देश के सारे सरकारी स्कूलों को शानदार बनाएंगे, अच्छे बनाएंगे, प्राइवेट स्कूलों से भी बेहतर बनाएंगे। और इस देश के अंदर पैदा होने वाले हर बच्चे के लिए, चाहे वो अमीर का बच्चा हो चाहे गरीब का बच्चा हो, अच्छी शान 10 ഗ്യാരണ്ടികളെ കുറിച്ച് പറയുകയാണ്. അത് മോദി ഗ്യാരണ്ടി, അരവിന്ദ് കെജ്രിവാൾ ഗ്യാരണ്ടി, അതിനെ താരതമ്യം ചെയ്യുകയാണ് അരവിന്ദ് കെജ്രിവാൾ. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിട്ടയർ ചെയ്യാൻ പോകുന്നു എന്ന വാദം ഒരിക്കൽ കൂടി കെജ്രിവാൾ ആ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിൽ 6 പ്രതികൾ പിടിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പു, വിനീത് രാജ്, ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. 2 പ്രതികൾ അനന്ത് വധക്കേസിൽ ഉൾപ്പെട്ടതിനാൽ ഈ കേസിലെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് അപേക്ഷയും നൽകും. വിവരങ്ങളുമായി MG പ്രതീഷ്. പ്രതീഷ്, ആ കൃത്യത്തിൽ, മനസാക്ഷിയെ ആരോപിക്കുന്ന കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാവരും ഇതിനോടകം പിടിയിലായോ? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തെ നടുക്കിയ നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു കരമനയിലെ അഖിലിൻ്റേത്. ഈ കൊലപാതകത്തിൽ 4 പേരാണ് നേരിട്ട് പങ്കെടുത്തത്. ഈ 4 പേരിൽ 3 പേരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇനി സുമേഷ് എന്ന ഒരു പ്രതിയെ മാത്രമാണ് ഇനി പിടികൂടാനുള്ളത്. ഇതോടുകൂടി തന്നെ ഈ പ്രതിപ്പട്ടിക 6 ആയി. അതായത് 6 പേരാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇതിലെ മുഖ്യപ്രതിയായ അഖിൽ എന്ന അപ്പുവിനെ പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അഖിലിനെ പിടികൂടിയത്. ഇതിന് പിന്നാലെ മറ്റൊരു പ്രതിയായ വിനീത് രാജാണ് അല്പസമയം മുമ്പ് പിടിയിലായത്. തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ നിന്നാണ് വിനീത് രാജിനെ പിടികൂടിയിട്ടുള്ളത്. ഈ സമയം ഈ കൃത്യം 4 അംഗ സംഘമാണ് കൃത്യം നടത്താനെത്തിയത്. ഇതിൽ ഒരാൾ കാർ ഓടിച്ച വ്യക്തിയാണ്. ഇതിൽ കാർ ഓടിച്ച വ്യക്തിയായ അനീഷിനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു. ബാലരാമപുരത്തെ ഒരു വീട്ടിൽ നിന്നാണ് അനീഷിനെ പിടികൂടിയത്. ഇനി മറ്റൊരു പ്രതിയായ സുമേഷിനെയാണ് പിടികൂടാനുള്ളത്. വളരെ ക്രൂരമായ രീതിയിലായിരുന്നു ഈ 4 പേരും ചേർന്ന
അഖിലിനെ കൊലപ്പെടുത്തിയത്. 3 പേരാണ് ക്രൂരമായി മർദ്ദിക്കുകയും കല്ലുകൊണ്ട് തലക്കിടിക്കുകയും കമ്പിവടി കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. നേരത്തെയും 2019 അനന്തു കൊലപാതക കേസിൽ ഉൾപ്പെട്ട പ്രതികളാണ് ഈ പ്രതിപട്ടികയിലുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു ക്രൂരമായ ഒരു കൊലപാതക കൃത്യമായിരുന്നു 2019 അനന്തുവിന്റെ കൊലപാതകം. അതിലെ സമാനമായ രീതിയിൽ വീണ്ടും പ്രതികൾ കൊലപാതകം നടത്തിയതോടുകൂടി തന്നെ ആ കേസിൽപ്പെട്ട മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഈ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉടൻ തന്നെ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഈ മറ്റ് ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റ് പ്രതികളെയും അറസ്റ്റിലായിട്ടുണ്ട്. ഹരിലാൽ, കിരൺ കൃഷ്ണ, കിരൺ എന്നീ 3 പേരാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ കിരൺ കൃഷ്ണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം പാപ്പനംകോട്ടെ ഒരു ബാറിലായിരുന്നു ഈ കൊല്ലപ്പെട്ട അഖിലുമായി ഈ സംഘങ്ങൾ ചില തർക്കത്തിൽ ഏർപ്പെടുന്നത്. അതിന് പിന്നാലെ ആ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2 ആഴ്ചയോളം നീണ്ട ഒരു ഗൂഢാലോചന ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അഖിലിന്റെ ഈ വരവും പോക്കും കൃത്യമായി കൊലപാതക സംഘം നിരീക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അഖിൽ വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ക്രൂരമായി കൊലപ്പെടുത്തിയത്. എന്തായാലും നിലവിൽ ഒരു പ്രതിയെ കൂടി മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത്. ആ പ്രതി എത്രയും വേഗം പിടികൂടുമെന്നതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. ഹാഷ്മി. MG പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എത്രയും പെട്ടെന്ന് ആ പ്രതി കൂടി പിടിയിലായ കാര്യം അത്രത്തോളം നാടിന് വേദനയായ ദൃശ്യങ്ങളാണത്. ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ. ലില്ലി ചോളിൽ പറയുന്നു, എല്ലാ മുഖ്യമന്ത്രിമാരും കെജ്രിവാൾ ചെയ്യും പോലെ വെള്ളവും വെളിച്ചവും പബ്ലിക് ട്രാൻസ്പോർട്ട് സ്കൂൾ വിദ്യാഭ്യാസവും ഫ്രീ ആയി കൊടുത്താൽ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും മുൻപന്തിയിലെത്തിയേനെ എന്ന് പറയുന്നു. എന്തായാലും അതിന് പൂർണ്ണ സംസ്ഥാന പദവി ഇല്ലാതിരുന്നിട്ട് കൂടിയും ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കാണിച്ചത് വിസ്മയമാണ്. അത് ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അത് ഡൽഹിക്കാർക്ക് വളരെ വ്യക്തമായി ബോധ്യവുമുണ്ട്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റിൽ ഒന്ന് കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് 24 പറഞ്ഞു. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എളമരം കരീം എന്നിവരുടെ രാജ്യസഭാ അംഗത്വമാണ് ജൂലൈ 1 കാലാവധി പൂർത്തിയാക്കുന്നത്. ഒഴിവ് വരുന്ന 3 സീറ്റിൽ 2 LDFന് ജയിക്കാൻ കഴിയും. ഈ 2 സീറ്റിൽ ഒന്നിൽ CPIM മത്സരിക്കും. രണ്ടാമത്തെ സീറ്റ് ആർക്കാണ് എന്നതിലാണ് തർക്കത്തിന് സാധ്യത. LDF ചർച്ചകളിലേക്ക് കടക്കും മുന്നേ അവകാശവാദവുമായി കേരള കോൺഗ്രസ് രംഗത്തെത്തി. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. സീറ്റ് നിലനിർത്താൻ CPIM നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ CPIക്ക് കഴിഞ്ഞ തവണ സീറ്റ് നൽകിയതിനാൽ ഇത്തവണ കേരള കോൺഗ്രസിനെ തന്നെ പരിഗണിക്കണമെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണി നേതാക്കളുമായി ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അക്കാര്യത്തിൽ ബന്ധപ്പെടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ നാളെ കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. യോഗത്തിൽ രാജ്യസഭാ സീറ്റും ചർച്ചയാകും. അവകാശവാദം LDFൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കം. LDFലെ രണ്ടാമൻ ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കം കേരള കോൺഗ്രസ് എമ്മിനും CPIക്കുമിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരു പാർട്ടികളും തയ്യാറായേക്കില്ല. അങ്ങനെ വന്നാൽ LDFന് അത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും.
നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ആദ്യ 3 ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കൃത്യമായി പുറത്തുവിടാത്തതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. അത്യന്തം വാശിയേറിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 170 വനിതകളടക്കം 1717 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അഖിലേഷ് യാദവ്, മൗവ മൊയ്ത്ര, ഗിരിരാജ് സിംഗ്, YS ഷാർമിള, അർജുൻ മുണ്ട, ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരാണ് നാളെ ജനവിധി തേടുന്ന പ്രമുഖർ. നേതാക്കൾ തമ്മിൽ വാക്പോര കനക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി. लेकिन प्रधानमंत्री मोदी के साथ समतल एक समकक्ष बात करने वाले व्यक्ति से मैं पूछना चाहती हूं, क्या वो इंडी गठबंधन के प्रधानमंत्री के उम्मीदवार हैं? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിലാണ് പ്രചരണം നടത്തുന്നത്. റായ്ബറേലി അടക്കം 3 ഇടങ്ങളിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണം. 3 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തവണ പോലും വാർത്താ സമ്മേളനം നടത്താത്തതിൽ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ അതൃപ്തി അറിയിച്ചു. ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര എന്ന കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയെന്നും പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ കമ്മീഷന് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 24 ഡൽഹി. ചിന്നക്കനാൽ ഭൂമിയിടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ CPIM ഇടുക്കി ജില്ലാ നേതൃത്വം കയ്യേറിയ ഭൂമി മാത്യു സർക്കാരിന് വിട്ടു നൽകിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് 24-നോട് പറഞ്ഞു. റിസോർട്ട് ലൈസൻസിനായി മാത്യു കുഴൽനാടൻ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ചെന്നും CPIM ആരോപിച്ചു. ചിന്നക്കനാൽ ഭൂമിയിടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLA-യെ 16-ാം പ്രതിയാക്കി വിജിലൻസ് FIR ഇട്ടിരുന്നു. പിന്നാലെയാണ് CPM ഇടുക്കി ജില്ലാ നേതൃത്വം കുഴൽനാടനെതിരെ രംഗത്തെത്തിയത്. കേസ് നിലനിൽക്കുന്നു എന്നറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ്. റിസോർട്ട് ലൈസൻസ് ലഭിക്കാൻ ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ ഭരണം പണം കൊടുത്ത് അട്ടിമറിച്ചുവെന്നും സെക്രട്ടറിയെ സ്വാധീനിച്ചുവെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. ലക്ഷങ്ങൾ കൊടുത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെ കൂറുമാറ്റിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണ സംവിധാനം ഉണ്ടാക്കി, പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ച്, പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി മാറ്റി റിസോർട്ട് എന്ന ലൈസൻസ് സമ്പാദിച്ചു. അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി മാത്യു കുഴൽനാടൻ മാന്യത ഉണ്ടെങ്കിൽ തിരിച്ചു സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തി സർക്കാരിനെ കൊണ്ട് ഭൂമി ഏറ്റെടുപ്പിക്കും. ഭൂരഹിതർക്ക് സ്ഥലം വീതിച്ചു കൊടുക്കാനുള്ള നടപടിയും സ്വീകരിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. 24 ഇടുക്കി. അരുൺ ജി മുട്ടട പറയുന്നു, ഈ മാതൃദിനത്തിൽ പോലും മക്കളുടെ കുപ്പായം മാറോട് ചേർത്തവർ മടങ്ങി വരുന്നതും കാത്ത് ജാലകവാതിലൂടെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ധാരാളം അമ്മമാർ ഇവിടെ വൃദ്ധസദനങ്ങളിലുണ്ട്. ഇനിയും കാണാതെ പോകരുതേ എന്ന് പറയുകയാണ്. അടുത്തടുത്ത് വരുന്ന വാർത്തകൾ, അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്ന മക്കളെയൊക്കെ കാണുന്ന വാർത്തകൾ വരുമ്പോൾ അരുണിൻ്റെ ആശങ്ക കൂടുതൽ ശരി എന്ന് വരികയാണ്. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സർവീസ് സംഘടനാ നേതാവിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധം കനക്കുന്നു. നാളെ മുഴുവൻ കളക്ടറേറ്റിലേക്കും ജോയിന്റ് കൗൺസിൽ പ്രതിഷേധ പ്രകടനം നടത്തും. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ജയചന്ദ്രൻ കല്ലിങ്കൽ പ്രതികരിച്ചു. കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചത്. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് തഹസിൽദാരായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, കളക്ടറെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ലെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ. വ്യക്തിപരമായി കളക്ടറെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെയോ ദോഷപ്പെടുത്താൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അതിനകത്ത് പങ്കെടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സിവിൽ സർവീസ് സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. വിശദീകരണം ചോദിച്ച നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ വ്യക്തമാക്കി. റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെ അസ്വാഭാവിക നടപടിയായാണ് ജോയിന്റ് കൗൺസിൽ കാണുന്നത്. സംഘടനാ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമെന്നും സംഘടന വിലയിരുത്തുന്നു. നോട്ടീസ് പിൻവലിക്കും വരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 14 കളക്ടറേറ്റുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ മറ്റ് സർവീസ് സംഘടനകൾക്കും കടുത്ത അമർഷമാണുള്ളത്. ഭരണാനുകൂല സർവീസ് സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുമ്പോഴും നോട്ടീസ് നൽകിയ നടപടി പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ്. 24 തിരുവനന്തപുരം. ആ വിഷയത്തിൽ നിലപാട് ഘടിപ്പിക്കുന്നു ജോയിന്റ് കൗൺസിൽ. സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സ നിഷേധിച്ച കളക്ടറുടെ നടപടി അധികാര ദുർവിനിയോഗവും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് പറയുകയാണ് അവർ വാർത്താക്കുറിപ്പ്. നിരന്തരം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കേണ്ടത് എന്നൊക്കെ കൗൺസിൽ പറയുകയാണ്.
എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നും മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള 5 രാജ്യാന്തര സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. സർവീസ് ക്രമീകരണ ആപ്ലിക്കേഷനിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്ന് വിമാന കമ്പനി അധികൃതർ വിശദീകരിച്ചു. കരിപ്പൂർ, നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇന്നും മുടങ്ങി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 8:35 ദമാമിലേക്കും 9:30 ബഹറിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കണ്ണൂരിൽ നിന്ന് മസ്കറ്റ്, റിയാദ് വിമാനങ്ങളും റദ്ദാക്കി. ജിദ്ദ വിമാനം വൈകി. കണ്ണൂരിൽ നിന്നുള്ള ദുബായ് വിമാനവും സർവീസ് നടത്തിയില്ല. വിമാനങ്ങൾ റദ്ദാക്കുന്നത് യാത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നെന്ന് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കി. എന്നാൽ പുതുക്കിയ സമയം യാത്രക്കാരെ അറിയിച്ചിട്ടില്ല. ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും പണിമുടക്കിയവരെ തിരിച്ചെടുക്കുന്നതിലെ നടപടിക്രമങ്ങളുടെ കാലതാമസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചന. എന്നാൽ എല്ലാ ജീവനക്കാരും ഇന്നലെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിച്ചെന്ന് ജീവനക്കാരുടെ സംഘടന അറിയിച്ചു. വിമാന സർവീസ് ക്രമീകരണ ആപ്പിലെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് സർവീസുകൾ റദ്ദാക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. 24 കൊച്ചി. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ യുവാവ് മുങ്ങി മരിച്ചു. കലൂർ കത്തർക്കടവ് സ്വദേശി അഭിഷേകാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. തിരയിൽപ്പെട്ട മറ്റു 2 പേർ ഗുരുതരാവസ്ഥയിലാണ്. ഇന്ന് രാവിലെയാണ് സുഹൃത്തുക്കളായ 7 സംഘം പുതുവൈപ്പ് ബീച്ചിലെത്തിയത്. കുളിക്കാനായി കടലിലിറങ്ങിയപ്പോൾ 4 പേർ തിരയിൽപ്പെട്ടു. കത്രിക്കടവ് സ്വദേശി അഭിഷേക് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 3 പേരെ നീന്തൽ പരിശീലകരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഞങ്ങൾ വരുമ്പോൾ കലൂര് കത്രിക്കടവിലെ 7 പിള്ളേര് അയ്യോസിയുടെ പുറകിൽ നീന്തുകയായിരുന്നു. അപ്പോൾ ഇവിടെ 2 നീന്തൽ പഠിക്കുന്ന 2 ക്ലബ്ബുണ്ട്. അവർ എന്ന് പറഞ്ഞ് അവിടെ നീന്തൽ താഴ്ച കൂടുതൽ നിങ്ങൾ വരാൻ പറഞ്ഞു. ലാസ്റ്റ് കരച്ചിൽ കേട്ട് ഈ നീന്തൽ ആൾക്കാരോട് ചെന്നാണ് ഈ 2 പിള്ളേരെ രക്ഷപ്പെടുത്തുകയും ഒരു ചെക്കൻ്റെ ബോഡി കിട്ടുകയും ചെയ്തത്. വിവിധയിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെത്തുന്ന പുതുവൈപ്പ് ബീച്ചിൽ ലൈഫ് ഗാർഡ് പോലുമില്ലെന്ന ആക്ഷേപമുണ്ട്. കുളിക്കുന്ന ഒരു 10-50 പിള്ളേരുണ്ടായിരുന്നു. അതിനപ്പുറത്തുമാരാണ് ഇവരിറങ്ങിയത്. അപ്പോൾ അത് കാരണം നമുക്കിത് സംഭവം എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങളതാണ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വഞ്ചി പോവുകയും ചെയ്തു. 3 പേര് വിട്ട് അതിൽ 2 പേരെ അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തി. എൻ്റെ മോനും കുറേ അവരെ കൂട്ടുകാരന്മാരൊക്കെ കൂടെ കുളിക്കണാണ്. അവർ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ജനറലിലേക്ക്. ഒരു കുട്ടിനെ ഇവിടെ നിന്ന് തന്നെ ഇതായിട്ടാണ് പോയത്. തിരയിലകപ്പെട്ട അഭിഷേകിനെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് ഒപ്പമുണ്ടായിരുന്നവരും അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. സഞ്ചാരികൾക്ക് പുതുവൈപ്പ് ബീച്ചിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അടുത്തിടെയാണ് മാറ്റിയത്. 24 കൊച്ചി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മുൻ MLA അതിക്രമിച്ചു കയറിയെന്ന് പരാതി. മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടയിലാണ് മുൻ MLA AM യൂസഫ് അകത്ത് കടന്നത്. വിവരങ്ങളുമായി പ്രതികരണം കാണാം. ആലുവ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഇവിടെ പോലീസും സെക്യൂരിറ്റീസും മറ്റു അനധികൃത സ്റ്റാഫുകളും ഇവിടെ നിൽക്കാലെ ഇവിടുന്ന് നിലവിൽ നിൽക്കാലെ പുള്ളി അനധികൃതമായിട്ട് വാല് തള്ളി തുറന്ന് നിലവിൽ പോസ്റ്റ്മോർട്ടം ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം വരെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉൾപ്പെടെ 2 മൃതദേഹങ്ങൾ ടേബിളിൽ കിടക്കാലെ ചെയ്തുകൊണ്ടിരിക്കാലെ പുള്ളി അനധികൃതമായിട്ട് വാതിലല്ലി തുറന്ന് അകത്തേക്ക് കയറി. ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി. എന്നെല്ലാം CCTV ക്യാമറ ലഭ്യമാണ്. ഡോക്ടർ അവരെ ഷൗട്ട് ചെയ്തിട്ട് 2 പേരും ഒരു ബോഡിയുടെ കൂടെ വന്ന ഒരാളെയും മുൻ MLA എന്ന് പറഞ്ഞ ഒരാളെയും ഷൗട്ട് ചെയ്ത് പുറത്തോട്ട് ഇറക്കി. പിന്നെ ഇവിടെ കിടന്ന ഒരു 1/2 മണിക്കൂറോളം ഈ വാതിലേക്ക് കിടന്ന പോലീസും നമ്മളും എല്ലാവരും ജനങ്ങളായിട്ടും ഇവിടുത്തെ സ്റ്റാഫുകളായിട്ടും തല്ലുപിടിക്കായിരുന്നു. പുള്ളി ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അനധികൃതം പുള്ളിക്ക് അവകാശമാണ് കയറാൻ, പുള്ളിയുടെ അവകാശം എന്നും പറഞ്ഞ് ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുക. അല്ല വിനിത, അങ്ങനെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വാതിൽ തള്ളി തുറന്ന് കയറാൻ ഇടയായ കാരണം എന്താണ്? ഹാഷ്മി, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുൻപിലാണുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയൊരു ആൾക്കൂട്ടമുണ്ട് ഇവിടെ. ഏതാണ്ട് 12:20 കൂടിയാണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറയുന്നത് ഇവിടെ മോർച്ചറിക്കുള്ളിൽ മറ്റൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കളമശ്ശേരിയിലെ മുൻ MLA ആയ യൂസഫ് ഇവിടേക്ക് എത്തുകയും മറ്റൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അദ്ദേഹം ബഹളമുണ്ടാക്കി. ആദ്യഘട്ടത്തിൽ ആ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി നടത്തി തിരികെ തരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. തുടർന്ന് അദ്ദേഹം മോർച്ചറിക്കുള്ളിൽ കയറി ബഹളമുണ്ടാക്കിയെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി. പിന്നീട് ഇവിടെയുള്ള അധികൃതർ ഇടപെട്ടാണ് അദ്ദേഹത്തെ പുറത്തേക്ക് മാറ്റിയതെന്നും പറയുന്നുണ്ട്. ഈ മോർച്ചറികളിൽ എത്തുന്ന മൃതദേഹങ്ങൾ അത് കൃത്യമായും ആദ്യഘട്ടത്തിൽ എത്തുന്ന മൃതദേഹം അങ്ങനെ കൃത്യമായൊരു ഓർഡർ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ ഉള്ള നടപടിക്രമങ്ങൾ അത് കൃത്യമായി പാലിക്കാതെ മറ്റൊരു മൃതദേഹം അത് ആദ്യഘട്ടത്തിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. ഇതിനെ തുടർന്നാണ് മുൻ MLA ആയ യൂസഫ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനുള്ളിലെ മോർച്ചറിക്കുള്ളിൽ കയറി ബഹളമുണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഹാഷ്മി. വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഏത് രീതിയിൽ ഔചിത്യപൂർവ്വം പെരുമാറണം എന്ന് ജനപ്രതിനിധികളായിരുന്നവരൊക്കെ പ്രത്യേകിച്ച് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, തിരികെത്താം ചെറിയൊരു. വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അരവിന്ദ് കെജ്രിവാൾ പറയുകയാണ് യോഗി ആദിത്യനാഥിനെ UP മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് 2 മാസത്തിനകം മോദി പുറത്താക്കുമെന്ന് ആവർത്തിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ.
മോദി നിയമം കൊണ്ടുവന്ന ആണ് മുതിർന്ന നേതാക്കൾ എന്നാൽ 75 വയസ്സ് നിയമം കൊണ്ടുവന്നാണ് മുതിർന്ന നേതാക്കളെ വിരമിപ്പിച്ചത്. മോദി ഇതുവരെ താൻ പറഞ്ഞതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. തനിക്ക് ആ നിയമം ബാധകമല്ലെങ്കിൽ മോദി പറയട്ടെ. അദ്വാനിക്ക് വേണ്ടിയാണ് നിയമം എങ്കിൽ അതും വ്യക്തമാക്കട്ടെ ഇന്നലെ തുടങ്ങി വെച്ച ആ രാഷ്ട്രീയ നറേറ്റീവ് തുടരുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇന്നും വേനൽമഴ ശക്തമാവുകയും ചൂട് കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു. തുടർച്ചയായ 2ാം ദിവസവും വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറഞ്ഞു. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വേനൽമഴ KSEBയെ തുണച്ചു. വൈദ്യുതി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവാണുണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി സംസ്ഥാനത്തെ ശരാശരി പ്രതിദിന ഉപഭോഗം 110 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. ഇത് വേനൽമഴയെ തുടർന്ന് 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. വെള്ളിയാഴ്ച 98.83 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഉപഭോഗം. ഇന്നലെ ഇത് വീണ്ടും കുറഞ്ഞ് 95.69 ദശലക്ഷം യൂണിറ്റായി. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറഞ്ഞത് ബോർഡിന് ആശ്വാസമായി. 4585 മെഗാവാട്ടായിരുന്നു ഇന്നലത്തെ പീക്ക് സമയ വൈദ്യുതി ആവശ്യകത. ഉപഭോഗം കുറഞ്ഞാൽ പ്രാദേശിക നിയന്ത്രണം ഒഴിവാക്കാനാണ് KSEB തീരുമാനം. ഇതിനിടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ട, വയനാട്, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഈ മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 24 തിരുവനന്തപുരം. യദുനാഥൻ വി പറയുന്നു, മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക, തണുത്ത ഭക്ഷണം ഒഴിവാക്കുക എന്നാണ് ചെയ്യാവുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ മഞ്ഞപ്പിത്തം അങ്ങനെ ആശങ്കയാവുന്ന സാഹചര്യത്തിൽ ഒരു ഉപദേശം എന്ന നിലയ്ക്ക് യദുനാഥൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുകയാണ് ചില കാര്യങ്ങൾ. സംസ്ഥാനത്തെ പൊള്ളുന്ന ചൂട് പ്രതിസന്ധിയിലാക്കിയ ഒരു വലിയ വിഭാഗമുള്ളത് മീൻപിടുത്ത മേഖലയിലാണ്. മീനിൻ്റെ കുറവാണ് പ്രതിസന്ധി. വിലയേറിയതോടെ സാധാരണക്കാർ മത്സ്യം വാങ്ങാനും എത്തുന്നുമില്ല. ഇതോടെ ഇരുട്ടിലാണ് അവരുടെ ജീവിതം. ചൂട് 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 സർവത്ര ചൂടാണ്. സംസ്ഥാനം അക്ഷരാർത്ഥത്തിൽ വെന്തുരുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. മീനില്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള മീനുകൾക്ക് ഭയങ്കരമായ വിലയും. ആ വില ക്രമാതീതമായി കൂടുന്നതിനനുസരിച്ച് കുടുംബ ബജറ്റും താളം തെറ്റുന്ന അവസ്ഥയാണ്. എന്തൊക്കെയാണെന്നല്ലേ നോക്കാം. സുലഭമായി ലഭിക്കുന്ന കൊഞ്ചും മത്തിയും മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പുലർച്ചെ കടലിൽ പോയാലും കാലിവള്ളങ്ങളുമായാണ് മടക്കം. ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇതാദ്യമെന്നും തൊഴിലാളികൾ. നമ്മളിപ്പോൾ ഈ ചൂട് കാരണം മീനിൻ്റെ ആ ഒരു ഇത് വളരെ കുറവാണ്. അപ്പം അതിനു വേണ്ടി ഞങ്ങൾ മാക്സിമം എത്രത്തോളം ഉള്ളിൽ പോകാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിലോട്ട് പോവുകയാണ്. ചൂട് കൂടുതലായതുകൊണ്ട് മത്സ്യബന്ധനത്തിന് കടലിൽ പോയാലും ആ മത്സ്യങ്ങൾ നശിഞ്ഞ് എല്ലാം ഇതായതുകൊണ്ട് മീൻ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വളരെയേറെ കഷ്ടതയാണ് ഇപ്പോൾ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചു വരുന്നത്. വലിയ ഫിഷിംഗ് ബോട്ടുകൾ മാത്രമല്ല, ചെറുവഞ്ചികളും കരയിൽ വിശ്രമത്തിലാണ്. തൊഴിലാളികളിൽ ഒരു വിഭാഗം മറ്റു മേഖലകളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. മീനുകൾക്ക് വില വർദ്ധിച്ചത് കച്ചവടക്കാർക്കും പ്രതിസന്ധിയായി. മീൻ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ്. ഇവിടെ ഇപ്പോൾ വന്ന മീനൊക്കെ വളരെ വില കൂടുതലാണ്. ഇവിടെ നമ്മളുടെ ഇവിടെ വള്ളങ്ങളൊന്നും പോണില്ല. പണി വളരെ മോശമായതിൻ്റെ പേരിൽ വള്ളങ്ങളൊന്നും പോണില്ല. അപ്പോൾ ഇപ്പോൾ ഈ വന്ന മീൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ, കൊല്ലം അവിടെ നിന്നൊക്കെയാണ് വന്നത്. ആ മീനൊക്കെ വളരെ വില കൂടുതലാണ്. ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചില്ലറ വിൽപ്പനക്കാർ മീൻ വാങ്ങുന്നത് വൈപ്പിനിലെ ഹാർബറുകളിൽ നിന്നായിരുന്നു. മീൻ ലഭ്യത കുറഞ്ഞതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മലയാളികൾക്ക് ഏറെ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന അയല, മത്തി, ചൂര, ചാള എന്നിവയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് ഈ ചൂട് സമയത്ത്. മത്സ്യത്തൊഴിലാളികളുടെ ദുരവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആളുകൾക്കിടയിൽ ചൂട് എങ്ങനെ ഒരു വില്ലനായതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. ക്യാമറാമാൻ അഭിത്തിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. അഫ്ഗാനിസ്ഥാനിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 300 കടന്നു. നിരവധി പേരെ കാണാതായതാണ് റിപ്പോർട്ട്. ദുരിതബാധിത മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ പ്രവിശ്യയായ ബഗ്ലാനിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. പലയിടത്തും കൃഷിഭൂമി ഒഴുകിപ്പോയി. 2000 വീടുകൾ തകർന്നു. പ്രളയബാധിത മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഗ്ലാലിന് പുറമെ ബഡക്ഷാൻ, ഘോർ, ഹെറാത്ത് മേഖലകളിലും കനത്ത മഴ തുടരുകയാണ്. തിഷ്കാൻ ജില്ലയിൽ റോഡ് ഒഴുകിപ്പോയി. കാബൂളിനെ വടക്കൻ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന റോഡ് അടച്ചു. UN ഏജൻസിയുടെ നേതൃത്വത്തിലാണ് ദുരിതബാധിത മേഖലയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. പ്രളയത്തിൽ രാജ്യത്ത് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായതായി താലിബാൻ വക്താവ് വ്യക്തമാക്കി. സൈനിക ആശുപത്രികൾ വഴിയാണ് പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്നത്.
അഫ്ഗാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുവെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. കഴിഞ്ഞ മാസം അഫ്ഗാനിസ്ഥാനിലുണ്ടായ കനത്ത മഴയിലും പ്രളയത്തിലും 70 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. റഹീം മാധൂർ പറയുകയാണ്, കേരളത്തിൽ ഒരുപാട് ചെറുകിട കച്ചവടങ്ങൾ പൂട്ടുന്നു, അതെന്തുകൊണ്ടെന്ന് സർക്കാർ പഠിക്കണം, എന്നിട്ട് വ്യാപാരികളെ സംരക്ഷിക്കണം എന്ന് പറയുകയാണ്. റഫയിലും വടക്കൻ ഗസയിലും കൂട്ടക്കുടിയൊഴിപ്പിക്കലുമായി ഇസ്രായേൽ സൈന്യം. ഇതിനോടകം 1.5 ലക്ഷം പേർ നാടുവിട്ടതായി UN അഭയാർത്ഥി ഏജൻസി അറിയിച്ചു. റഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടു. ഒരു ഇസ്രായേൽ ബന്ദി കൂടി ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. ബ്രിട്ടീഷ് ഇസ്രായേൽ പൗരൻ നദവ് പോപ്പിൾവെൽ ആണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ നിലയിലുള്ള 11 സെക്കൻഡ് ദൈർഘ്യമുള്ള നദവിന്റെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മരണം സ്ഥിരീകരിച്ച് ടെലഗ്രാമിൽ പോസ്റ്റിട്ടത്. ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ബന്ദികളെ വിട്ടയച്ചാൽ ഗസയിൽ വെടിനിർത്തൽ നാളെ തന്നെ സാധ്യമാകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ജംഗ്ഷനിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കേസെടുത്ത് പോലീസ്. അപകടത്തിനിടയാക്കി ഇന്നോവ കാറിൽ സഞ്ചരിച്ച യുവാക്കൾക്കെതിരെയാണ് കേസ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് വാഗമണിലേക്ക് പോയ യുവാക്കളുടെ ഇന്നോവ കാറാണ് എതിർദിശയിൽ വന്ന 3 വാഹനങ്ങളിൽ ഇടിച്ചത്. കാർ അമിത വേഗത്തിലായിരുന്നു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് മൂവാറ്റുപുഴ പോലീസ് യുവാക്കൾക്കെതിരെ കേസെടുത്തത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു അപകടം. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വന്ന ഈ ഇന്നോവ രജിസ്ട്രേഷൻ അമിത വേഗതയിലും നിയന്ത്രണം വിട്ടുനിന്ന രീതിയിലാണ് വന്നത്. ആ സമയത്ത് ഏകദേശം നല്ല മഴയുണ്ടായിരുന്നു. ഇന്നോവയുടെ ഒരു പ്രശ്നമാണെന്നാണ് ഇവിടെ കണ്ടുവന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. ഇന്നോവയുടെ ഡ്രൈവർ കൂട്ടുകാർ കൂടി അന്യായ സ്പീഡിൽ എൻജോയ് ചെയ്ത് വന്ന സമയത്താണ് ഒരു അപകടം ഇവിടെ ഉണ്ടാകുന്നത്. അവരുടെ അശ്രദ്ധ മൂലം എതിരെ വന്ന വണ്ടിക്ക് കയറി ഇടിക്കുകയും അങ്ങനെ 3 വണ്ടികൾ ഒരേ സമയം ഇടിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൂവാറ്റുപുഴ സ്വദേശി വിജയകുമാരി ഇന്നലെ തന്നെ മരിച്ചു. ഇവരുടെ മകൻ അനു, ഭാര്യ ലക്ഷ്മിപ്രിയ, മകൾ 9 വയസ്സുകാരിയായ ദീക്ഷിത എന്നിവർ ഗുരുതര പരിക്കുകളോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുവിന്റെ വാരിയെല്ലിന് പൊട്ടലുണ്ട്. ദീക്ഷിതയുടെ 2 കാലുകളും ഒടിഞ്ഞു. 24 കൊച്ചി. തിരുവനന്തപുരം കിളിമാനൂരിലെ മണ്ണ് കടത്തലിന് പിന്നിൽ നടന്ന വലിയ അട്ടിമറി. ദേശീയപാത നിർമ്മാണത്തിന് കരാറെടുത്ത ശിവാലയ കമ്പനിക്ക് വേണ്ടിയാണ് വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയത്. മണ്ണെടുപ്പിനായി കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിലും ഭൂ ഉടമയുടെ ഒപ്പ് വ്യാജമെന്ന് തെളിഞ്ഞു. 24 വാർത്തയ്ക്ക് പിന്നാലെ കമ്പനിയുടെ പെർമിറ്റ് ജിയോളജി വകുപ്പ് സ്റ്റേ ചെയ്തു. അന്വേഷണം നോട്ടറി അഭിഭാഷകനിലേക്കും വില്ലേജ് ഓഫീസറിലേക്കും നീളുകയാണ്. കിളിമാനൂരിൽ 52 സെന്റ് കുന്നിടിച്ച് മണ്ണ് കടത്തിയതിലാണ് അടിമുടി ക്രമക്കേട്. ജിയോളജി വകുപ്പിന് ഭൂവുടമയുടേതെന്ന പേരിൽ നൽകിയ സമ്മതപത്രം വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് അട്ടിമറികൾ ഓരോന്നും പുറത്തു വന്നത്. കമ്പനിക്ക് വേണ്ടി ഭൂവുടമയുടെ പേരിൽ ഇടനിലക്കാരായ മണ്ണ് മാഫിയ സംഘമാണ് കരാറിലേർപ്പെട്ടത്. കമ്പനിയുമായി ഉണ്ടാക്കിയ ഈ കരാറിലെ ഒപ്പം വ്യാജമാണ്. സ്ഥല ഉടമ തന്നെ അത് സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആധാറൊക്കെ ഇവരൊക്കെ എവിടെ നിന്ന് കിട്ടിയാ എന്തോ അറിയാൻ വയ്യ. ഇനി പെരയുടെ എഴുതാൻ കൊടുത്ത സമയത്ത് അങ്ങനെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അങ്ങനെ എടുത്ത് വെച്ചിരുന്നാന്ന് അറിയത്തില്ല. അല്ലാതെ ഞാൻ എൻ്റെ ആധാർ അങ്ങനെയുള്ള ഒരു രേഖകളും വാങ്ങിച്ചിട്ടുമില്ല. ഞാൻ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല ഒന്നിലും. സ്ഥല ഉടമ അറിയാതെയാണ് നോട്ടറി വക്കീൽ സമ്മതപത്രം സാക്ഷ്യപ്പെടുത്തിയത്. ഇതിലും അന്വേഷണമുണ്ടാകും. ഉടമയുടെ സാന്നിധ്യമോ അറിവോ ഇല്ലാതെ വില്ലേജ് ഓഫീസർ പൊസഷൻ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും നൽകിയതിലും ദുരൂഹത. കള്ളവപ്പാണ് ഇട്ട് കൊടുത്തത്. അമ്മയുടെ ഒപ്പ് ഇതുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതേ കണക്ക് ഈ ഒരു അഫിഡവിറ്റ് ഒരു അഡ്വക്കേറ്റ് കൊടുത്തേക്കുന്നു. ഇത് കണ്ട് ബോധ്യപ്പെട്ടതായിട്ട്. ഇത് അമ്മയെ വന്ന് കാണുകയോ ഒന്നും ചെയ്യാതെ ഒരു നോട്ടറി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? അവരെ ഈ രീതിയിലൊക്കെ കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ട കാര്യം അവർ ശരിക്കും മാനുവലായിട്ട് ചെയ്തേക്കണം. അതെല്ലാം ഈ ഇതിലുണ്ട്, ഈ ഫയലിലുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഈ സാധാരണക്കാരൻ്റെ യഥാർത്ഥത്തിൽ ഈ വസ്തു തന്നെ ഇപ്പം നമ്മളെ പേരെ ഉണ്ടാകുന്നുള്ള കാര്യം തന്നെ സംശയമാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ മണ്ണ് മറ്റാവശ്യങ്ങൾക്ക് കടത്തുന്നതായും പരാതിയുണ്ട്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു പ്രേക്ഷകൻ കോട്ടയത്ത് ഭയങ്കര ഇടി തുടങ്ങി എന്ന് പറയുകയാണ്. ഇവിടെയും ഒരു ചെറിയ ഇടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നല്ല വേനൽ മഴ, അത്യാവശ്യം നല്ല ശക്തമായ മഴയ്ക്ക് ചാൻസ് എന്നുള്ളതാണല്ലോ പ്രവചനം. മഴ പെയ്യട്ടെ. വെള്ളിയാഴ്ച രാത്രി ലഡാക്കിൻ്റെ ആകാശം അസാധാരണമായി ചുവന്നു തുടുത്തു. അതുവരെ യൂറോപ്പിലും US-ലും ധ്രുവങ്ങളിലും മാത്രം കണ്ട ധ്രുവദീപ്തി അഥവാ നോർത്തേൺ ലൈറ്റ്സ് ഇന്ത്യയിൽ ആദ്യമായി ദൃശ്യമാവുകയായിരുന്നു. കാഴ്ചയ്ക്ക് മനോഹരം. പക്ഷേ ഈ ധ്രുവദീപ്തിക്ക് പിന്നിൽ ചെറുതല്ലാത്ത വെല്ലുവിളികളുണ്ട്. എന്താണ് ചക്രവാളത്തിൽ സംഭവിച്ചത്?
50 വർഷത്തിനിടെ സൂര്യനിൽ നിന്നുണ്ടായ ഏറ്റവും ശക്തമായ കാന്തിക കാറ്റാണ് ഇന്ത്യയുടെ ചക്രവാളത്തെ ചുവപ്പിച്ചത്. സൗരകാന്തിക വാദം എന്നാൽ ചാർജ് ഘടകങ്ങളുടെ മഹാപ്രവാഹം. സൂര്യകളങ്കം അഥവാ സൺസ്പോട്ട് എന്ന പേരിൽ സൂര്യനിലുണ്ടാകുന്ന കാന്തമണ്ഡല ചുഴികളാണ് ഇതിന് കാരണം. 11 വർഷ ഇടവേളയിൽ ഇവ വർദ്ധിക്കുന്നത് കാണാം. ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള സൂര്യകളങ്കത്തിന് ഭൂമിയുടെ 15 മടങ്ങ് വലുപ്പമുണ്ട്. പേര് AR 3664. സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്ന ഫിൽറ്റർ കണ്ണടയിലൂടെ നോക്കിയാൽ കാണാനാകും. അതിവേഗം സഞ്ചരിക്കുന്ന ചാർജ് കണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി ചേരുമ്പോഴാണ് ധ്രുവദീപ്തി പ്രകടമാകുന്നത്. ഓസ്ട്രിയ, ജർമ്മനി, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ മുമ്പ് ധ്രുവദീപ്തിയുടെ ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ലഡാക്കിലെ ധ്രുവദീപ്തി പകർത്തിയത് ഹാൻലി ഡാർക്ക് സ്കൈ റിസർവിലെ വാന നിരീക്ഷകരാണ്. ഇതിനു മുമ്പ് ഇത്ര ശക്തമായ സൗരകാന്തിക വാദം ഉണ്ടായത് 2003-ൽ. It just so happens that the sun is in it's getting to the peak of its activity. It's 11-year cycle. Every 11 years, the activity of the sun goes from high to low, and in 2025, it is going to peak. So the chances of more solar flares coming out in this time is more. സൗരകാന്തിക വാദം പലപ്പോഴും നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങളെ തകരാറിലാക്കാറുണ്ട്. ഉപഗ്രഹ റേഡിയോ സിഗ്നലുകൾ തടസ്സപ്പെടും. ഇന്റർനെറ്റ്, വിമാന സർവീസുകൾ, GPS, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത് ബാധിക്കാം. ഇന്നലെ ഏഷ്യ, യൂറോപ്പ്, കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ റേഡിയോ ബ്ലാക്കൌട്ട് സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സൗരവാദം 1859-ലെ കാരിങ്ടൺ ഇവന്റാണ്. ന്യൂസ് ഡെസ്ക് 24. ഇർഷാദ് പോലോട്ട് പറയുകയാണ്, പ്രപഞ്ചം ഒരു മഹാ അത്ഭുതമാണ്. തർക്കമുണ്ടോ? ഇപ്പോഴും മനുഷ്യ മൊത്തത്തിൽ പിടികിട്ടാത്ത, അതുകൊണ്ടാണല്ലോ അനന്തമജ്ഞാതം അവർണ്ണനീയം എന്നൊക്കെ കവി ഒന്ന് പാടിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമാണെന്നും NDA നേതാക്കളുടെ വാഹനങ്ങൾ പരിശോധിക്കാത്ത എന്തുകൊണ്ടാണെന്നും ബീഹാർ കോൺഗ്രസ് നേതാവ് രാജേഷ് റാത്തോർ ചോദിച്ചു. പ്രതിപക്ഷ നേതാക്കളെ കുടുക്കാനും സംശയനിഴലിൽ നിർത്താനുമാണ് നീക്കമെന്ന് കോൺഗ്രസ് പറഞ്ഞു. പോളിംഗ് ശതമാനം പുറത്തുവിടുന്നതിലെ കാലതാമസത്തെ ചൊല്ലി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇലക്ഷൻ കമ്മീഷനും തമ്മിൽ കൊമ്പുകോർക്കൽ തുടരുന്നതിനിടയിലാണ് ഹെലികോപ്റ്ററിലെ പരിശോധന. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച കേസിൽ ബാബ രാംദേവിന് വീണ്ടും സമൻസ്. ആയുർവേദ ഓഫീസർ ഫയൽ ചെയ്ത പരാതിയിലാണ് ഹരിദ്വാർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നടപടി. ജൂൺ 7-ന് ഹാജരാകാനാണ് നിർദ്ദേശം. രാംദേവിന് പുറമെ മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ള പതഞ്ജലിയുടെ മറ്റു ചുമതലക്കാർക്കും സമൻസ് ഉണ്ട്. സുപ്രീംകോടതി നടപടികളുടെ തുടർച്ചയായാണ് പരാതി ഫയൽ ചെയ്തത്. അസ്ലാബി പറയാണ്, മഴ പെയ്തിട്ടും ചൂടിനൊരു കുറവില്ല എന്ന് പറഞ്ഞാൽ ചെറിയ മഴ കിട്ടിയാൽ പോരാന്ന്. ഈ കൊടുംചൂടിന് വലിയ നല്ല അത്യാവശ്യം തണുക്കത്തന്നെ നിന്ന് പെയ്യണം. അത് ഈ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രവചനം. നോക്കാം. ഗവർണർ CV ആനന്ദബോസിനെതിരെ ആരോപണം കടുപ്പിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. CV ആനന്ദബോസിന് ലൈംഗികാതിക്രമ ദൃശ്യങ്ങളടങ്ങിയ മറ്റൊരു പെൻഡ്രൈവ് ഉണ്ടെന്ന് മമത ആരോപിക്കുകയാണ്. രാജ്ഭവൻ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത CCTV ദൃശ്യങ്ങളാണെന്നും ഗവർണർ രാജിവെക്കണമെന്നും മമത പറഞ്ഞു. മുതിർന്ന CPIM നേതാവ് S രാമചന്ദ്രൻ പിള്ളയുടെ മകൻ ബിബിൻ അന്തരിച്ചു. 50 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് മരണം. സംസ്ഥാന ആസൂത്രണ വകുപ്പ് വൈസ് ചെയർമാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ബിസിനസ് സ്റ്റാൻഡേർഡ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ് എന്നീ സ്ഥാപനങ്ങളിലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തിങ്കളാഴ്ച ഉച്ചയോടെ ആനയാറിലെ വീട്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4-ന് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ചെന്നൈയിൽ ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നടി PP ഗിരിജയുടെ സംസ്കാര ചടങ്ങ് പൂർത്തിയായി. ചെന്നൈ കിൽപോക്കിലെ വൈദ്യുത ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. 50കളിൽ ബേബി ഗിരിജ എന്ന പേരിൽ ബാലതാരമായി മലയാള സിനിമകളിൽ തിളങ്ങി. ജീവിത നൗക, വിശപ്പിന്റെ വിളി, അച്ഛൻ തുടങ്ങിയവരാണ് പ്രധാന ചിത്രങ്ങൾ. ആലപ്പുഴ സ്വദേശിയായ ഗിരിജ ചെറുപ്പകാലത്ത് തന്നെ ചെന്നൈയിലെത്തി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജീവനക്കാരിയായിരുന്നു. ഇന്ന് നഴ്സസ് ദിനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവിൽ ഒരാളായ രാഹുൽ ഗാന്ധി പിറന്നു വീഴുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയായ നഴ്സ് ഒരു വയനാട്ടിലുണ്ട്. രാഹുൽ ഗാന്ധി ജനിച്ച ഡൽഹി ഹോളി ഫാമിലി ആശുപത്രിയിലെ നഴ്സായിരുന്നു രാജമ്മ രാജപ്പൻ. ഇപ്പോൾ അവർ ബത്തേരിയിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. നഴ്സിംഗ് അനുഭവത്തിൽ രാജമ്മ രാജപ്പൻ ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ പിറവികൾക്ക് സാക്ഷിയായി. അതിലൊരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അതികായകൻ രാഹുൽ ഗാന്ധി.
1970 ജൂൺ 19 രാഹുലിന്റെ ജന്മം. ആദ്യമായിട്ട് അവൻ ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും കാണുന്നതിന് മുമ്പേ കണ്ടവരിൽ ഒരാളാണ് ഞാൻ. ബത്തേരിയിൽ വിശ്രമജീവിതം നയിക്കുമ്പോഴും ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുകയാണ് രാജമ്മ. രാഹുൽ ഇവിടെ ആദ്യം മത്സരിക്കാനെത്തിയപ്പോൾ തന്നെ രാജമ്മയെ നേരിൽ കണ്ടിരുന്നു. വയനാട്ടിൽ മത്സരിക്കാൻ വരുന്ന ഇവിടുത്തെ കുട്ടികൾ വന്ന് വോട്ട് ചെയ്യണം മമ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടിക്ക് വോട്ട് ചെയ്യും, കാരണം അവൻ എൻ്റെ മുമ്പിൽ ജനിച്ച കുട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് വരാൻ കാരണം തന്നെ. ഈ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് രാജമ്മ. തന്റെ വീട്ടിലേക്ക് രാഹുൽ എത്തണമെന്നും എന്റെ പ്രിയപ്പെട്ട മകൻ എന്നാണ് രാഹുൽ ഗാന്ധിയെ രാജമ്മ വിളിക്കുന്നത്. വയനാട് തന്റെ വീടാണെന്ന് രാഹുൽ ഗാന്ധിയും ആവർത്തിക്കുന്നു. 24 വയനാട്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ടവരെ. കുട്ടനാട് പിന്നാലെ പത്തനംതിട്ട തിരുവല്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയാണ്. നിരണത്തെ സർക്കാർ ഫാമിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഒരാഴ്ച മുൻപ് താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇന്നാണ് പുറത്തു വന്നത്. 5000-ഓളം താറാവുകളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 4 ദിവസം മുൻപാണ് കുറച്ച് താറാവുകൾ കൂട്ടത്തോടെ ചത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൻ്റെ സാമ്പിൾ ശേഖരിച്ച് അയക്കുകയുണ്ടായി. സാമ്പിൾ ശേഖരിച്ച് അയച്ചപ്പോഴാണ് ഇപ്പം പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഭോപ്പാലിലാണ് സാമ്പിൾ അയച്ചത്. അപ്പോൾ ഞങ്ങൾ അത് അയച്ചപ്പോൾ തന്നെ ഇവിടെ വാർഡുതല സമിതികൾ കൂടി വേണ്ട നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് താറാവ് കർഷകരുണ്ട്, ഇതുപോലെ വീടുകളിൽ കോഴിയെ വളർത്തുന്നുണ്ട്, താറാവിനെ വളർത്തുന്നുണ്ട്. അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശ്രീ ശ്രീകുമാർ ശ്രീത്തപ്പം, ഇനി എന്താകും അവിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിലെ തുടർന്നുള്ള തുടർ നടപടികൾ? ഞാൻ അല്പസമയം മുൻപ് കളക്ടറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം എസ് പ്രേംകൃഷ്ണൻ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നാളെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ വിജ്ഞാപനം വരുമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഈ താറാവുകളെ കൂട്ടത്തോടെ കൊന്നെടുക്കുക, അത് പക്ഷേ എവിടെയൊക്കെ ഈ പഞ്ചായത്തിൽ പൂർണ്ണമായി ഉണ്ടോ അത് ഈ സർക്കാരിന്റെ ഡക്ക് ഫാമാണ്, അതിൽ മാത്രമാണ് എന്ന കാര്യത്തെക്കുറിച്ചുള്ളൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം മാത്രമേ വരേണ്ടതുള്ളൂ. എന്തായാലും കള്ളിങ് എന്തായാലും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്കാര്യത്തിൽ നാളെ ഒരു ഔദ്യോഗിക തീരുമാനമുണ്ടാവും. നാളെ രാവിലെ 10 മണിയോടുകൂടി ഒരു ഉന്നതതല യോഗം വിളിക്കാൻ കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കളക്ടർ ഇപ്പോൾ തിരുവനന്തപുരത്താണ്, ഔദ്യോഗിക ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി കളക്ടർ അടിയന്തരമായി തന്നെ മടങ്ങിയെത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം നിരണത്ത് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അടിയന്തരമായി യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. എന്തായാലും ഒരാഴ്ച മുമ്പാണ് കൂട്ടത്തോടെ ഈ നിരണം ഡക്ക് ഫാമിൽ താറാവുകൾ ചാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതിൽ ആ പരിശോധനാ ഫലം ഭോപ്പാലിൽ നിന്ന് വന്നത് ഇന്നലെയാണ്. അപ്പോൾ തന്നെ ജാഗ്രതാ സമിതി വിളിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിരുന്നു. എന്തായാലും നാളത്തോടുകൂടി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് വേണ്ടത് മറ്റ് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിക്കുന്നത്. ഹാഷ്മി. അപ്പോൾ എന്തായാലും കള്ളിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പക്ഷികളെ കൂട്ടത്തോടെ കൊന്നെടുക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു നടപടിക്രമമാണ്. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ ഉണ്ടാകും എന്ന് പറയുകയാണ് ശ്രീത്. ഇപ്പോൾ വരുന്ന മഴ സാധ്യതാ പ്രവചനം ഇങ്ങനെയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയാണ് യെല്ലോ അലർട്ട്. ചൊവ്വാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴ കിട്ടും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. ഇനിയിപ്പോൾ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുന്ന വാർത്താ പംക്തിയാണ്. റൈഡിംഗ് റിപ്പോർട്ടർ ഗോകുൽ രവിചേരും. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.